വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രാഷ്ട്രീയ ഇസ്ലാമും ഇസ്ലാമിൻ്റെ രാഷ്ട്രീയവും വേർപിരിയുന്ന ഇടങ്ങൾ എന്നതാണ് എൻ്റെ പ്രതിപാദ്യ വിഷയം. ഞാൻ ഈ വിഷയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രാഷ്ട്രീയ ഇസ്ലാം എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കി അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഇസ്ലാമിലെ രാഷ്ട്രീയം എങ്ങനെയാണ്, ഇസ്ലാമിലെ ഇസ്ലാമിൽ നിന്ന് ഇസ്ലാമിൻ്റെ രാഷ്ട്രീയം എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത് എന്ന് ഞാൻ നിങ്ങളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കൂടാതെ ധാർമ്മികതയിൽ ഇസ്ലാം എങ്ങനെയാണ് നമ്മെ മാതൃകയാക്കി കാണിച്ചു തരുന്നത് എന്നൊരു വിഷയവും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ എങ്ങനെ ഇസ്ലാം വേറിട്ട് നിൽക്കുന്നു, ഈ ജമാഅത്തെ ഇസ്ലാമി എൻ്റെ രാഷ്ട്രീയ ഇസ്ലാമിൻ്റെ അടിത്തറ എന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളെയാണ് രാഷ്ട്രീയ ഇസ്ലാമായി മനസ്സിലാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇസ്ലാം അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് എന്നും കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഒരു ഉപസംഹാരവും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായി രാഷ്ട്രീയ ഇസ്ലാമിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. 1941 അബുലാല മഹദൂദി, അതായത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ, ലാഹോറിൽ വെച്ചാണ് ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്ക് എല്ലാ ആശയ അടിത്തറയും നൽകിയത് മൗദൂദിയാണ്. ഇസ്ലാമിക കാഴ്ചപ്പാടുകളിൽ നിന്നും മൗദൂദിയുടെ ആശയങ്ങൾ വേറിട്ടതായിരുന്നു. മൗദൂദി ചിന്തകളുടെ കാതൽ ഇന്ത്യ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റാക്കി മാറ്റാനാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. ഇസ്ലാമിനെ ഒരു രാഷ്ട്രീയ ചിന്താധാരയായിട്ട് മൗദൂദി അവതരിപ്പിച്ചത് കമ്മ്യൂണിസം, ഫാസിസം, നാസിസം എന്നിവ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ അവരെ പിന്തുടരുന്നത്, അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയെ മുസ്ലിമീങ്ങൾ പിന്തുടരണമെന്ന ആശയമാണ് അദ്ദേഹം ആദ്യമായി മുന്നോട്ട് വെച്ചത്. ഇത് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ബ്രിട്ടീഷുകാരുള്ള കാലത്ത് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ എല്ലാ രാജ്യങ്ങളും ഒന്നിച്ചുള്ളൊരു ഇന്ത്യയായിരുന്നു നമ്മുടെ ഇത്. അപ്പോൾ മുസ്ലിം ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് തന്നെ ഇതിനിടയിലൂടെ ഒരു ഇസ്ലാമിക രാജ്യം, ഇസ്ലാമിക ഒരു ഭരണം സ്ഥാപിച്ചെടുക്കുക എന്നൊരു ഭരണമോഹം അദ്ദേഹത്തിന് വന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അവരുടെ പ്രധാന ആശയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇസ്ലാമിനൊരു രാഷ്ട്രീയ ചിന്ത ആയിട്ടാണ് മൗദൂദി ഇവിടെ അവതരിപ്പിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഇസ്ലാമിനൊരു മതം എന്നതിലുപരി ഭരണസ്ഥാപനം ലക്ഷ്യം വെച്ചു പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ ചിന്താധാരയായിട്ടാണ് മൗദൂദിയോട് അവതരിപ്പിച്ചത്. ഇതേ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുകയും ജനങ്ങളെ കൂടുതൽ ആകർഷിക്കുകയും ചെയ്ത ഒരു ക്യാപിറ്റലിസം, കമ്മ്യൂണിസം, ഫാഷിസം തുടങ്ങിയ രാഷ്ട്രീയ ചിന്താകാരൻ മൗദൂദിയെ നന്നായി സ്വാധീനിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അന്ന് കൂടുതൽ യുദ്ധങ്ങളും മറ്റും നടന്നുകൊണ്ടിരിക്കുന്ന, ഏകാധിപത്യത്തിന് ആഗ്രഹിക്കുന്ന ഏകാധിപത്യ മോഹികളുടെ ഒരു കാലമായിരുന്നല്ലോ അത്. അതിനാൽ തന്നെ മൗദൂദിയെ ഇത് നന്നായി സ്വാധീനിച്ചത് എന്നതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ പ്രധാന ആശയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആദ്യമായി മൗദൂദി രചിച്ച ഗ്രന്ഥമായ ഇസ്ലാമിക് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഇസ്ലാമിക നിയമവും ഭരണഘടനയും എന്ന അർത്ഥം വരുന്ന മൗദൂദിയുടെ ചില ആശയങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് രചിച്ച ഈ ഗ്രന്ഥത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. 1947 മുതൽ 1953 വരെ കാലയളവിൽ അദ്ദേഹം രചിച്ച ഈ ഗ്രന്ഥം ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയ അടിത്തറകൾ ഉൾപ്പെടുന്നതാണ്. ഇതിലൂടെയാണ് അവരുടെ ആശയങ്ങൾ അവർ പുറപ്പെടുവിപ്പിക്കുന്നത്. ആദ്യകാലങ്ങളിൽ മൗദൂദിയൻ ആശയങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്കോ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുകൾക്കോ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. എന്നാൽ നവകാലത്ത് പിന്നീട് അവരുടെ ചിന്തകൾ മാറി, അവരുടെ ആശയങ്ങൾ മാറി. മൗദൂദിയുടെ കാലശേഷം അവരുടെ ആശയങ്ങൾ മാറി. അവർ രാഷ്ട്രീയ പാർട്ടികൾക്ക് പിന്തുണക്കാൻ തുടങ്ങുകയും രാഷ്ട്രീയ പാർട്ടി, നമ്മുടെ നാടുകളിൽ തന്നെ ചില രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ അവർ പിന്തുണച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവരുടെ ആശയങ്ങൾ നമുക്കിതിൽ പഠിക്കാൻ സാധിക്കുന്നത്, ഇവരുടെ ആശയങ്ങൾ ഇതിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു പ്രധാന ഒരു പ്രസ്ഥാനത്തിന് ആശയങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ
ഉണ്ടാകരുതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം മൗദൂദിയൻ ആശയങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇനി കാലയളവിൽ ഇനിയും മാറുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇപ്പോഴും അവരുടെ ആശയങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തതായി ഇസ്ലാമിലെ രാഷ്ട്രീയം. നമ്മുടെ ഇസ്ലാമിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അധികാരം ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയമല്ല ഇസ്ലാമിലേത്. നീതി, നന്മ, ഉത്തരവാദിത്യം എന്നീ കേന്ദ്രീകരിച്ച ഒരു രാഷ്ട്രീയ അതുല്യങ്ങളെ നടപ്പാക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ ലക്ഷ്യം. പൊതുനന്മയും സാമൂഹിക സുരക്ഷയും ദുർബലരുടെ സംരക്ഷണവുമാണ് ഇസ്ലാം പ്രാധാന്യമാക്കുന്നത്. ഇസ്ലാമിൽ അധികാരം എന്നത് ഒരാൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യമല്ല, മറിച്ച് അള്ളാഹു ഏൽപ്പിച്ച വലിയൊരു ഉത്തരവാദിത്തമാണ് അത്. ഭരണാധികാരി ജനങ്ങളുടെ സേവകനാണെന്നും താൻ ചെയ്യുന്നത് ഓരോ കാര്യത്തിനും ദൈവത്തിന് മുന്നിൽ മറുപടി പറയേണ്ടി വരുമെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാം അതിനുവേണ്ടി ധാരാളം ഭരണകർത്താക്കളെ നമുക്ക് മാതൃകയായി കാണിച്ചു തന്നിട്ടുണ്ട്. അടുത്തതായി ധാർമ്മികതയിൽ ഇസ്ലാമിൻ്റെ രീതി എങ്ങനെയാണെന്ന് ചർച്ച ചെയ്യുമ്പോൾ ധാർമ്മികതയിൽ ഏറ്റവും വലിയ പ്രതീകമായി ഇസ്ലാം പറയുന്നത് മാതാപിതാക്കളെ സംരക്ഷിക്കാനാണ്. മാതാപിതാക്കളെ സംരക്ഷിക്കുകയും അവരുടെ കാലങ്ങൾ വരെ അവരെ പരിപാലിക്കാനും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. മാതാപിതാക്കളോട് ചേ എന്ന വാക്ക് പോലും പറയരുതെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും വലിയ ഗുരുനാഥൻ നമ്മുടെ മാതാപിതാക്കളാണെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. അധികാരം നേടാൻ വേണ്ടി ഏത് ചതിയും വഞ്ചനയും ആവാം എന്ന രീതിയിൽ ഇസ്ലാമിന് അന്യായമാണ്. രാഷ്ട്രീയത്തിലും സത്യസന്ധതയിലും ധാർമ്മികതയിലും നിർബന്ധമാണ്. അധികാരം ലഭിച്ചാലും ഇല്ലെങ്കിലും തത്വങ്ങളിൽ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഏകാധിപത്യത്തിന് ഇസ്ലാമിൽ സ്ഥാനമില്ല. ഭരണപരമായ കാര്യങ്ങൾ ജനങ്ങളുമായോ അവരുടെ പ്രതിനിധികളുമായോ കൂടി ആലോചിച്ച് വേണം തീരുമാനിക്കാൻ. ഇത് ജനാധിപത്യപരമായ മൂല്യങ്ങളെയാണ് ഉയർത്തിപ്പിടിപ്പിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി വിഭാവനം ചെയ്യുന്ന ഇഖാമുദ്ദീൻ എന്ന ആശയമാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് ഭരണ രാഷ്ട്രീയ രംഗങ്ങളിൽ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ നടപ്പിലാക്കുക എന്നത് വിശ്വാസത്തിൻ്റെ അവിഭാജ്യ ഘടകമായി അവർ കാണുന്നു. ഹുക്കുമത്തെ ഇലാഹി എന്ന ലക്ഷ്യത്തോടെയാണ് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നത്. എങ്ങനെ യഥാർത്ഥ ഇസ്ലാം അവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു എന്നത് നമുക്ക് നോക്കാം. ഇസ്ലാമിലെ രാഷ്ട്രീയം ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്നത് പോലെ കേവലം ഒരു ഭരണം സ്ഥാപിക്കൽ മാത്രമാണോ എന്ന കാര്യത്തിൽ പണ്ഡിതർക്കിടയിൽ പല വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഇസ്ലാം അങ്ങനെ ഒരു ലക്ഷ്യത്തിലല്ല നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു രാജ്യത്ത് ഇവിടെ ഇസ്ലാമിക ഭരണം കൊണ്ടുവരിക, ജനങ്ങളെല്ലാവരെയും പ്രേരിപ്പിച്ച് ഈ ഇസ്ലാമിക കടത്തുക എന്നൊരു ലക്ഷ്യം ഇസ്ലാമിനില്ല. ആർക്കും കടന്നു വരാം, ആർക്കും ഇസ്ലാം സ്വീകരിക്കാം എന്നതാണ് പ്രവാചകൻ നമ്മെ കാണിച്ചു തന്നത്. അതായത് പ്രവാചകൻ കാണിച്ചു തരുന്നത് ജീവിച്ചുകൊണ്ടാണ്, പ്രവാചകൻ്റെ ജീവിത രീതി കണ്ടുകൊണ്ടാണ് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഇസ്ലാം നമ്മൾ പഠിപ്പിക്കുന്നത് അതുപോലുള്ള കാര്യങ്ങളാണ്, ജീവിച്ച് ആളുകളെ പഠിപ്പിക്കുക എന്നത്. വാക്കുകൾ ചുരുക്കുകയാണ്. ഇസ്ലാം എന്നത് കേവലം ഒരു രാഷ്ട്രീയ വിപ്ലവമല്ല, മറിച്ച് പാരമ്പര്യമായി കൈമാറി വന്ന ആത്മീയ ഒരു ജീവരേഖയാണ്. നൂറ്റാണ്ടുകളായി കേരളത്തിൻ്റെ മണ്ണിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഈ യഥാർത്ഥ പൈതൃകം കാത്തു സൂക്ഷിക്കുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയാണ്. രാഷ്ട്രീയ അധികാരത്തേക്കാൾ ഉപരി അള്ളാഹുവിലുള്ള ഭയം, പ്രവാചക സ്നേഹവും മുൻഗാമികളായ സജ്ജനങ്ങളുടെ പാതയുമാണ് സുന്നി ആദർശത്തിൻ്റെ കാതൽ. എന്നാൽ ഇസ്ലാമിന് ഒരു രാഷ്ട്രീയ അധികാര ലക്ഷ്യമായി മാത്രം അവതരിപ്പിക്കുന്ന മൗദൂദി ആശയങ്ങൾ ഈ ആത്മീയ പാരമ്പര്യത്തിന് വിരുദ്ധമായാണ് നിലകൊള്ളുന്നത്. മതം എന്നാൽ ഭരണകൂടം സ്ഥാപിക്കലാണെന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം ഇസ്ലാമിലെ വിശാലമായ ആരാധനക്രമങ്ങളെയും ആത്മീയ ശുദ്ധീകരണത്തെയും നിസ്സാരവൽക്കരിക്കുന്നുണ്ട്. പ്രവാചകൻ്റെയും സ്വഹാബത്തിൻ്റെയും കാലം മുതൽ പിന്തുടർന്നു പോന്ന ആദർശങ്ങളെ ഉറച്ചു നിന്നുകൊണ്ട് സമൂഹത്തിൽ സമാധാന വിജ്ഞാനവും പകരുന്ന സമസ്തയുടെ ശൈലി ഇവിടെയാണ് വേറിട്ട് നിൽക്കുന്നത്.
രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി മതത്തെ വ്യാഖ്യാനിക്കുന്ന പുതിയ കാലത്ത് ആത്മീയതയുടെയും മതപഠനവും സേവനവും സമന്വയിപ്പിക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായുള്ള വേദികളാകുമ്പോൾ സുന്നി പ്രസ്ഥാനം വിശ്വാസിയുടെയും ഹൃദയത്തെ സംസ്കരിക്കാനാണ് മുൻഗണന നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്നത് ഒരു രാഷ്ട്രീയ തന്ത്രമല്ല, മറിച്ച് വിശുദ്ധമായ സുന്നി പാതയിലൂടെ പടച്ചവൻ്റെ പ്രീതി നേടുക എന്ന ആത്മീയ യാത്രയാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതോടുകൂടി ഞാൻ എൻ്റെ അവതരണം അവസാനിപ്പിക്കുന്നു. ആഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.